കമ്പ്യൂട്ടർ ടാബുകളും PPE കിറ്റുകളും ഉപേക്ഷിച്ച നിലയിൽ കൊല്ലം കോർപ്പറേഷനിലാണ് 200ഓളം ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളും 3000ഓളം PPE കിറ്റുകളും ഉപയോഗിക്കാതെ കിടക്കുന്നതായി കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടെ മേയർ അന്വേഷണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. എന്നാൽ ഇത്രയും കാലം ഇവ കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ കിടന്നിട്ടും ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രവേശന കവാടത്തിന് സമീപമുള്ള മുറിയിലാണ് 200ഓളം ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവയിൽ ചിലത് ഇന്നും തുറക്കാത്ത പാക്കറ്റുകളിലാണുള്ളത്. മറ്റു ചിലത് ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച നിലയിലുമാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ടാബുകളാണിവ. 2011 സെൻസസ് പ്രവർത്തനങ്ങൾക്കായി എത്തിച്ച ഉപകരണങ്ങളാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതോടൊപ്പം കോർപ്പറേഷന്റെ കുടുംബശ്രീ കെട്ടിടത്തിന് സമീപത്തെ പടിക്കെട്ടിന് താഴെയായി ഏകദേശം 3000ഓളം PPE കിറ്റുകളും ഉപയോഗിക്കാതെ കിടക്കുന്നതായി കണ്ടെത്തി. കോവിഡ് കാലത്ത് ഉപയോഗിക്കാനായി വാങ്ങിയതോ ലഭിച്ചതോ ആയ കിറ്റുകളാണെന്നാണ് സൂചന. മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഇവ ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മേയർ കോർപ്പറേഷൻ സെക്രട്ടറിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ഇതിന്റെ പിന്നിൽ നടന്ന കെടുകാര്യസ്ഥതയാണ് ഏറ്റവും പ്രധാനം. ഇത്രയും ഒരു സാധനം ഏകദേശം എൻ്റെ കണക്കൂട്ടലനുസരിച്ച് നമ്മുടെയൊക്കെ കണക്കു നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയതിന് ശേഷം പറഞ്ഞാൽ മതി, ഏകദേശം 1 കോടി രൂപയുടെ സാധനമാണ് ഇവിടെ ഇട്ട് അശ്രദ്ധ കൊണ്ട് മാത്രം നശിച്ചു പോയത്. PPE കിറ്റ് ഇല്ലാതെ കിടന്ന് നാട് നീള ആളുകൾ ഓടിയൊരു കാലഘട്ടമുണ്ട്. അന്നും അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഇതിന് ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ PPE കിറ്റിൻ്റെ കാലാവധി എക്സ്പയർ ഡേറ്റ് നോക്കിയപ്പോൾ 2025 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് വേറെ എവിടെയും ഉപയോഗിക്കാനും കൊടുക്കാൻ പറ്റത്തില്ല. പുതിയ നിയമം അനുസരിച്ച് എവിടെ ഇത് കത്തിക്കാനും പറ്റത്തില്ല. എന്നാൽ ടാബുകളും PPE കിറ്റുകളും കോർപ്പറേഷനിലെത്തിയത് എപ്പോൾ, ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ഇവ ലഭിച്ചത്, എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. പൊതുമുതലിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നും അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണെന്നും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.